എഴുതി വെക്കുക. ഈ അടുത്ത് ഞാൻ കഥ വായിച്ചു, ബാങ്ക് അക്കൗണ്ട് എന്നാണ് കഥയുടെ പേര്. ഭാര്യയും ഭർത്താവും ഈ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റൂടാന്ന് തോന്നിയപ്പോൾ ഇവരെന്ത് ചെയ്ത് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നേരെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അവന് ഡിവോഴ്സ് ചെയ്തോളൂ, പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങൾ കല്യാണം കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നിരുന്നു, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഡിവോഴ്സ് ആയിക്കൊള്ളുന്നു. എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ ദിവസം അമ്മ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ മൊമെൻ്റ് ഉണ്ടാകുമ്പോഴും ഒരു പൈസ ഇടണം, എന്നിട്ട് അപ്പുറത്ത് എഴുതി വെക്കണം എന്താണ് ആ സന്തോഷം എഴുതി വെക്കണം. ഇവർ ആ ബാങ്ക് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ബുക്ക് എടുത്ത്, അപ്പോൾ ആദ്യത്തെ ഡെപ്പോസിറ്റ് 500 രൂപ അമ്മയുടെ വക, കല്യാണം കഴിച്ച സന്തോഷം. രണ്ടാമത്തെ ഡെപ്പോസിറ്റ് 100 രൂപ, ആദ്യമായി പുറത്തേക്ക് ഫുഡ് കഴിച്ച സന്തോഷം. പിന്നെ ഡെപ്പോസിറ്റ് 300 രൂപ, ഇവരുടെ ആദ്യത്തെ ഹണിമൂൺ യാത്രയുടെ സന്തോഷം. ഒരു 500 രൂപയുണ്ട്, അത് ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് സന്തോഷിക്കുന്ന കുറേ സന്തോഷങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം ഇങ്ങനെ വായിച്ചിട്ട് കരഞ്ഞുകൊണ്ട് വൈഫ് ആ പുസ്തകം ഹസ്ബൻഡിന് കൊടുക്കും. ഹസ്ബൻഡ് ആ പുസ്തകം വായിച്ചിട്ട് പറയും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നല്ലേ. കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും. ചെറിയ ദേഷ്യം വരുമ്പോൾ, ചെറിയ സങ്കടം വരുമ്പോൾ നമ്മൾ ആ മൊമെൻ്റൊക്കെ മറന്നുപോകും. അത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ആയിട്ടോ എഴുതി വെച്ചിട്ടോ സൂക്ഷിക്കുന്നത് നല്ലതാണ്.